نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരമക്കൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിന്റെ അറബിക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആനുവൽ എക്സാമിന്റെ അറബിക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ എല്ലാ വിഷയത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് പാർട്സ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന രണ്ട് സംഭവമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ എക്സാമിലൊക്കെ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് പാർട്സിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാ വിഷയത്തിൻ്റെയും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ PDF കിട്ടാൻ വേണ്ടിയിട്ട് താഴത്തോടെ ഇങ്ങനെ ഒരു സാധനം അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ സാധനങ്ങൾ ചെയ്യാം. ഓക്കെ. പിന്നെ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. പിന്നെ LSSൻ്റെ CM Kidsൻ്റെ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നമ്മളിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പിൻ്റെ സംഭവമൊക്കെ താഴെ ഉണ്ട്. കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നുണ്ട്. നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചും കൊടുക്കണം. ഓക്കെ, റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സും കൂടി ഉണ്ടാവും. കൂടി കാണാൻ നിർബന്ധമാണ്. നമുക്ക് നേരെ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ വേണ്ടി പോവാം. ഒന്നാമതായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇവിടെ നോക്കൂ. നഖറ ഉൽ ഫിഖറ വനുജീബു. അതായത് ചെറിയൊരു ഫിഖറ തന്നിട്ട് നമ്മളോട് അതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടി പറയണം. അത് വായിച്ചു നോക്കിയിട്ട്. അപ്പോൾ റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ. തഅകുലുൽ അംന ഹൽവയാത് കസീറൻ قالت لها الأم إذا أكلت حلويات كثيرة سنتضر لأسنانك. لا أمنا لم تسمع كلام أمها بعد أيام شعرت أمنا بألم شديد في أسنانها ذهبت أمنا إلى طبيب الأسنان. അല്ലേ, കൂടുതലായിട്ട് മധുരം കഴിച്ചു, അങ്ങനെ ഉമ്മ പറഞ്ഞൊന്നും കേട്ടില്ല, അങ്ങനെ ഈ പറഞ്ഞ പല്ലിനൊക്കെ ഭയങ്കരമായിട്ടുള്ള വേദന കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ളതാണ്. അല്ലേ, നമ്മൾ ചോദിക്കുന്നത് മാതാ തഅകുലു അംന കസീറൻ. അംന എന്താ കൂടുതലായിട്ട് കഴിച്ചത്? നമുക്ക് പറയാം ഹൽവയാക്കാണ്, മധുരങ്ങളാണ്. അല്ലെ, മധുര മിഠായികൾ, അല്ലെ മധുര പലഹാരങ്ങൾ എന്നൊക്കെ പറയും. അല്ലെ, അടുത്തത് മൻ ഖാല സനദറു ബി അസ്നാനിക. നിന്റെ പല്ലുകൾക്ക് കേട് വരും എന്ന് പറഞ്ഞത് ആരായിരുന്നു? അത് ഉമ്മയായിരുന്നു പറഞ്ഞത്. അല്ലെ, ഇനി അടുത്ത് നോക്കൂ. ഇലാ ഐന ദഹബത് അംന. അംന എന്നിട്ട് എങ്ങോട്ടാ പോയത്? അംന പോയത് എവിടെയാ? ഇലാ തൊബീബിൽ അസ്നാൻ. അല്ലെ, ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ പല്ല് ഡോക്ടർക്കൊക്കെ നമ്മൾ പറയുന്ന പേരാ. അല്ലെ, പലമുൽബത്വൻ, വയറുവേദന, ഈ പറഞ്ഞ സാധനമൊക്കെ നമുക്ക് അറിയുന്നതാണ്. അല്ലേ, ഓക്കെ. ചെറിയൊരു ചോദ്യം. പിന്നെ അടുത്തത് ഒരു പോമാണ്, ചെറിയൊരു നശീത തന്നിട്ട് നമ്മളോട് അത് ഫില്ലാക്കാൻ വേണ്ടി പറയാണ്. അല്ലെ, അനൽ ഫത്താൻ നദീഫു. അല്ലെ, അതേപോലെ തന്നെ അഖൂമു ഫിസ് സ്വബാഹ് വഅസ്ലുൽ യദൈൻ വഅൽബസു സയാബ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഈ ക്ലീൻ ബോയ് എന്ന് പറയുന്ന ആ ഒരു പാഠത്തിൽ പേജ് നമ്പർ 67 നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ ആ പഠിച്ച സംഭവം തന്നെയാണ്. ഇതിങ്ങോട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കവിത ചിലപ്പോൾ വരും. ചിലപ്പോൾ ഒരു നശീത വന്നിട്ട് നിങ്ങളോട് പറയും അത് ഫില്ല് ചെയ്യും, അതാക്കി ഇതാക്കി എന്നൊക്കെ നിങ്ങളോട് പറയും. നിങ്ങൾക്ക് അറിയുന്നതേ വരും. കൂടുതൽ ടെൻഷൻ ഒന്നും ആവണ്ട. നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ മാത്രമേ വരും. ഇമ്പോർട്ടൻറ്റ് വാർഡ്സ് കാണണേ, ഇമ്പോർട്ടൻറ്റ് വാർഡ്സ് വീഡിയോ കാണണേ, നിർബന്ധമാണ്. അപ്പോൾ അടുത്തത് സെലക്ട് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ പിക്ചർ ആണ്. ചൂസ് ദ കറക്റ്റ് ആക്ഷൻ ബേസ്ഡ് ഓൺ ദ ഹാബിറ്റ് സ്റ്റഡീസ് 68 and 75. നമ്മൾ 68-ാമത്തെ 75-ാമത്തെ പേജിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലേ, നല്ല ഹാബിറ്റ്സുകൾ. അതിലാണ് ഉനല്ലിഫുൽ അസ്നാൻ. ഇങ്ങനെ വന്നിട്ട് നമ്മളോട് അത് യോജിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇതൊക്കെ വേറെ രീതിയിലൊക്കെ വരും കേട്ടോ ചോദ്യം. നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതേപോലെ ചോദ്യം ചോദിക്കും. ഇതേപോലെ ചോദ്യം ചോദിച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിന്നല്ലേ പറയുക. ഇതേപോലെ ചോദ്യം വരില്ല, വേറെ രീതിയിലായിരിക്കും ചോദ്യം വരും. ഇമ്പോർട്ടൻറ്റ് പാർട്സുകൾ നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് എടുത്തിട്ട് ഇങ്ങനെ പറയുക ചെയ്യും. അപ്പോൾ ഇതേപോലെ വേറെ രീതിയിൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ വരും. ഉനല്ലിഫുൽ അസ്നാൻ. അല്ലേ, ഞാൻ പല്ല് തേക്കുന്നു. ഉറത്തിബുൽ കുത്തുബ്, ഞാൻ എന്ത് ചെയ്യുന്നു, പുസ്തകങ്ങൾ അടുക്കി വെക്കുന്നു. അഅ്സിലു വജ്ഹു, ഞാൻ മുഖം കഴുകുന്നു. നല്ല ഹാബിറ്റ്സുകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ ആ ഒരു പേജിൽ. അപ്പൊ ഇങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു ജംബിൾഡ് ഓർഡറിൽ തെറ്റിച്ചൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് കഴിയണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ടെക്നോളജി കോൺവെർസേഷൻ ആണ്. പേജ് 90 കൂട്ടുകാർ തമ്മിലുള്ള സംഭാഷണമാണ്. ഹാഷിം അസ്സലാമു അലൈക്കും. അജ്വദ് പറയും വഅലൈക്കും അസ്സലാം. കൈഫ ഹാലക യാ സദീഖ്? അജ്വദ് സൈൻ അൽഹംദുലില്ലാ. അതല്ലേ എവിടെ പറയാ? അല്ലേ, അന ബിഖൈർ വൽഹംദുലില്ലാ എന്ന് പറയും. അല്ലേ, ഇത് നമ്മൾ പഠിച്ചൊരു കോൺവെർസേഷൻ. ഒരു ഹിവാർ എന്തായാലും ഉണ്ടാവും പരീക്ഷയ്ക്ക്. ഹിവാർ എന്തായാലും പരീക്ഷയ്ക്ക് വരും, ആ ഉറപ്പുള്ള കാര്യമാണ്. ഒരു ഹിവാർ വന്നിട്ടില്ലെങ്കിൽ സാറ് ചീത്ത അറിയാം. ഹിവാർ എന്തായാലും വരും, അത് ഉറപ്പ് കേട്ടോ. റെഡി. മീനിങ്സ് എഴുതാനാണ്. മീനിങ്സ് ചിലപ്പോൾ വരാം, അധികം വരുന്നതായിട്ടൊന്നും കാണില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുന്നു. ജവ്വാൽ എന്ന് പറഞ്ഞ ഫോണാണ്. മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ പ്രശസ്തമായത്. സിബാഖ് എന്ന് പറഞ്ഞാൽ മത്സരം. ആക്കിബ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലം, അല്ലെങ്കിൽ പിന്നെ കോൺസിക്വൻസ് എന്നൊക്കെ നമ്മൾ പറയും. അല്ലേ, ഓക്കെ. അത് കഴിഞ്ഞിട്ട് നേരെ അടുത്തതിലേക്ക് പോകുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടാസ്ക് ആയിട്ട് ഇവിടെ കൊടുത്തത്
റൈറ്റ് 2 സെന്റൻസസ് അബൌട്ട് ക്ലീൻലെസ് യൂസിങ് ദ ഫേസസ് ഓഫ് അല്ലേ, ശുചിത്വത്തെ കുറിച്ച് 2 വാക്കുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പൊ നമുക്ക് ശുചിത്വത്തെ പറ്റി 2 വാക്കുകൾ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറയാം, ചിലപ്പോൾ പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറയാം, അല്ലെ വേറെ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. ചോദ്യം എന്തായാലും ഇങ്ങനെ തന്നെയാണ്, ഉത്തരങ്ങൾ എന്തായാലും നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കാം, പക്ഷെ ഉത്തരങ്ങൾ എന്തായിരിക്കും നമ്മൾ പഠിക്കേണ്ട ഇതായി. ഈ ഉത്തരങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് നാളെ പരീക്ഷ പേപ്പറിൽ ഇങ്ങനെ ചോദ്യങ്ങൾ കാണുമ്പോൾ ഈ ഉത്തരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് നമ്മൾ ഇന്നലെ എടോ കേട്ടതാണല്ലോ അല്ലെ. ഇമ്പോർട്ടന്റ് വേർഡ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുകയും ചെയ്യും. റെഡി. അപ്പൊ അന്നല്ലാഫ സിഹത്തുൻ അല്ലെ, വൃത്തി എന്ന് പറയുന്നത് എന്താണ്? സിഹത്തുൻ, അത് ആരോഗ്യമാണ് അല്ലെ, ശുചിത്വം. അതുപോലെ തന്നെ നഹ്തരിമു ജമീഅൻ, ഞങ്ങൾ എല്ലാവരെയും ബഹുമാനിക്കുന്നു അല്ലെ. അടുത്ത നോക്കൂ, ഇവിടെ ക്ലാസിഫൈ ഹാബിറ്റ്സ് ആണ്. നല്ല ശീലങ്ങളും ചീത്ത ശീലങ്ങളും നമ്മളോട് തരംതിരിക്കാൻ വേണ്ടി പറയും. ഇങ്ങനെയുള്ള ചോദ്യം ചിലപ്പോൾ വരാം. അതായത് നല്ല ശീലങ്ങൾ ആദാത് ചെയ്യുക, അതേപോലെ തന്നെ ആദാത് ചെയ്ത് 2 ശീലങ്ങൾ ഗുഡ് ഹാബിറ്റ്സും ബാഡ് ഹാബിറ്റ്സും തരംതിരിക്കാൻ വേണ്ടി പറയും. ഇങ്ങനെയുള്ള ചോദ്യം ചിലപ്പം വരാം, തരംതിരിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണുള്ളത് നമ്മൾ നോക്കൂ. അർമി ഔറാഖ് ഫിസ്സഫ്, കടലാസ് വലിച്ചെറിയുക എന്ന് പറയുന്നത് എന്താ? അത് ബാഡ് ഹാബിറ്റ് ആണ് അല്ലെ. ഉറത്തിബുൽ കുത്തുബ്, പുസ്തകങ്ങൾ അടുക്കുക എന്ന് പറയുന്നത് എന്താ? അത് ഗുഡ് ഹാബിറ്റ് ആണ് അല്ലെ. മിഠായികൾ ഒരുപാട് കഴിക്കുക, അതെന്താണ്? അത് ബാഡ് ഹാബിറ്റ് ആണ്. ഔനദ്ദിഫുൽ അസ്നാൻ, പല്ല് തേക്കുക എന്ന് പറയുന്നത് എന്താ? അത് ഗുഡ് ഹാബിറ്റ് ആണ്. അപ്പൊ ബാഡ് ഹാബിറ്റും ഗുഡ് ഹാബിറ്റും നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി പറ്റും, എന്ത് ചെയ്യാൻ വേണ്ടി പറയും? അത് തരംതിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ വരാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു മോഡൽ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ആണ് മെയിൻ ആയിട്ട്. ഇമ്പോർട്ടന്റ് പാർട്സിൽ എന്തൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എന്തൊക്കെ പാഠങ്ങൾ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അത് പോയിട്ട് കണ്ടിട്ട് വരും. ഓക്കെ, അപ്പൊ ലൈക്ക് ചെയ്യാത്തവരൊക്കെ പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, സംഭവങ്ങളൊക്കെ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ഗൈസ്, ലവ് യു.